Hello students, so now we will discuss about electron spin resonance spectroscopy. The short form is ESR. It is also known as electron paramagnetic resonance spectroscopy or ESR spectrum. So electron paramagnetic resonance or ESR, sometimes referred to as electron spin resonance, is a widely accepted spectroscopic technique in various research fields. അപ്പോൾ നമ്മുടെ ESR സ്പെക്ട്രം അല്ലെങ്കിൽ ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് സ്പെക്ട്രം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടെക്നിക്കാണ്. ഇതിന് നമ്മളുടെ റിസർച്ച് ഫീൽഡിലും എല്ലാത്തിലും ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കാണ്. അപ്പോൾ ഇതിനകത്തിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ള സ്പീഷീസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പം അതിൻ്റെ റിസൾട്ടായിട്ട് ഉണ്ടാകുന്ന സ്പെക്ട്രത്തിനാണ് നോർമലി ESR സ്പെക്ട്രം എന്ന് പറയുന്നത്. അതായത് പാരാമാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ്, പാരാമാഗ്നറ്റിക് ആണെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? അൺപെയ്ഡ് ഇലക്ട്രോൺസ് അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ള സ്പീഷീസ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോണ്ടാകുന്ന റിസൾട്ടാണ് നമ്മൾ ESR സ്പെക്ട്രം എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. ഇനി ഈ പാരാമാഗ്നറ്റിക് സെന്റേഴ്സിന്റെ സ്റ്റഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓക്സൈഡ്സ്, മെറ്റൽ ഓക്സൈഡ്സ്, ട്രാൻസിഷൻ മെറ്റൽ ഓക്സൈഡ്സ് ഉണ്ട്, അതിൻ്റെ കോംപ്ലക്സസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ESR എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ സർഫസ് ഡിഫക്റ്റുകൾ. ഇപ്പോൾ സർഫസ് ഡിഫക്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ള ഒരു സർഫസ് ആണെന്നുണ്ടെങ്കിലും, പിന്നെ ഇനോർഗാനിക് ഓർഗാനിക് ഫ്രീ റാഡിക്കൽസ്, മെറ്റൽ കാറ്റോൺസ്, അതേപോലെ തന്നെ മെറ്റൽ കോംപ്ലക്സസും മെറ്റൽ ക്ലസ്റ്റേഴ്സും, ഇതിനകത്തിലെല്ലാം ഉള്ള കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ എല്ലായിടവും എന്തുണ്ടായിരിക്കണം? പാരാമാഗ്നറ്റിക് സെന്റേഴ്സ് ഉണ്ടായിരിക്കണം. പാരാമാഗ്നറ്റിക് സെന്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അങ്ങനെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ള കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ആറ്റംസ്, മോളിക്യൂൾസ് ഒക്കെ തരുന്ന സ്പെക്ട്രമാണ് ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക് സ്പിൻ റെസൊണൻസ്. ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക് റെസൊണൻസ് എന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രിൻസിപ്പിളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ NMRനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പിയെ പറ്റി പഠിച്ചിട്ടുണ്ടായിരിക്കും ഓർഗാനിക്കിലും. അപ്പോൾ അതിൻ്റെ ഫിസിക്കലും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനകത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ന്യൂക്ലിയസിൻ്റെ സ്പിന്നാണ്. ന്യൂക്ലിയസിൻ്റെ സ്പിന്ന് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് ചുറ്റിനുള്ള ഇലക്ട്രോൺസിൻ്റെ ഇൻഫ്ലുവൻസ് ആ ന്യൂക്ലിയർ സ്പിന്നിനെ എങ്ങനെ ബാധിക്കുന്നു, അതൊക്കെയാണ് നമ്മൾ NMR സ്പെക്ട്രോസ്കോപ്പിക്കകത്ത് പഠിക്കുന്നത്, അല്ലേ? അപ്പം അതിനകത്തിൽ നമ്മൾ സ്പ്ലിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. NMR സ്പെക്ട്രത്തിനകത്ത് നമ്മൾ പറയുന്നത് എന്താണ്? ന്യൂക്ലിയർ സ്പിന്നുണ്ട്. അപ്പോൾ അത് പ്ലസ് ഹാഫോ മൈനസ് ഹാഫോ ആകാം. അപ്പോൾ ആ സ്പിന്നിനകത്തിൽ നമ്മൾ ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഇവിടുന്ന് ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്ത് മുകളിലേക്ക് പോകും. അപ്പോൾ എന്ത് പറ്റുന്നു? അതിൻ്റെ സ്പിന്ന് റിവേഴ്സൽ നടക്കുന്നു, അല്ലെങ്കിൽ സ്പിൻ ഫ്ലിപ്പിംഗ് നടക്കുന്നു. അപ്പം ആ കറസ്പോണ്ടിങ് എനർജിയാണ് നമ്മൾ എന്തിനകത്ത് കിട്ടുന്നത്? റേഡിയോ ഫ്രീക്വൻസി റീജിയനിൽ കിട്ടുന്നു. അതിനാണ് നമ്മൾ NMR സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇനി അതേപോലെ ഒരു സിമിലർ ടെക്നിക്കാണ് നമ്മളുടെ ESR എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇലക്ട്രോൺസിന്റെ സ്പിന്നാണ്. അപ്പോൾ ഇലക്ട്രോൺസിന്റെ സ്പിൻ അതേപോലെ തന്നെ എന്താണ്? പാരലലും ആന്റി പാരലൽ സ്പിൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ അതിൻ്റെ ക്വാണ്ടം നമ്പർ വെച്ച് റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൈനസ് ഹാഫും വരാം, അതേപോലെ തന്നെ പ്ലസ് ഹാഫും വരാം. അപ്പം സ്പിൻ മാഗ്നറ്റിക് മൊമെന്റ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിന് പ്ലസ് ഹാഫ് ഓറിയന്റേഷനും മൈനസ് ഹാഫ് ഓറിയന്റേഷനും ഉണ്ടാകാം. അപ്പോൾ പ്ലസ് ഹാഫ് ഓറിയന്റേഷൻ നമ്മൾ ആൽഫ എന്നും മൈനസ് ഹാഫിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബീറ്റ എന്നും വിളിക്കുന്നു. ഇതിന്റെ നേരെ തിരിച്ചായിരിക്കും ഏകദേശം അറേഞ്ച്മെന്റ്. അതായത് മൈനസ് ആയിരിക്കും താഴെ, പ്ലസ് ആയിരിക്കും മുകളിൽ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി ഇവിടെ നമ്മൾ ഫീൽഡ് അപ്ലൈ ചെയ്യും. അപ്പോൾ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോൺസ് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് സ്പെക്ട്രം കിട്ടുന്നത്. പക്ഷേ ഈ ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ, അതായത് ഇലക്ട്രോൺ സ്പിന്നും ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുമായിട്ടുള്ള ഇന്ററാക്ഷൻ മൂലം ഉണ്ടാകുന്ന അതിനകത്ത് ഇമിറ്റ് ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത് മൈക്രോവേവ് റീജിയനിലായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു മൈക്രോവേവ് ടൈപ്പ് ഓഫ് സ്പെക്ട്രം ആയിരിക്കും. ഇനി ഇതിനകത്ത് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീമാൻ ഇൻട്രാക്ഷൻ ആണ്. സീമാൻ ഇൻട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റിംഗ് അപ്പോൺ സ്പെക്ട്രൽ ലൈൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനാണ് നമ്മൾ സീമാൻ എഫക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സീമാൻ ഇൻട്രാക്ഷൻ മൂലം എന്ത് പറ്റുന്നു? ഡീജനറേറ്റ് ആയിട്ടുള്ള സ്പിൻ സ്റ്റേറ്റ്സ് ഡബിളി ഡീജനറേറ്റ് ആയിട്ട് മാറുന്നു. വൺ വിത്ത് സ്മോളർ ആൻഡ് വൺ വിത്ത് ഹയർ സ്പീഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ESRന്റെ സ്പ്ലിറ്റിംഗ് ESRനകത്ത് നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എനർജി വാല്യൂ എന്ന് പറയുന്നത് H-നും ഈക്വലാണ്. അതെന്ന് പറയുന്നത് ഇവിടെ G βH എന്ന് പറയുന്ന ഒരു ഫാക്ടറായിട്ടാണ് എടുക്കുന്നത്.
അതിനകത്ത് ജി എന്ന് പറയുന്ന ഗൈറോമാഗ്നറ്റിക് റേഷ്യം, എച്ച് എന്ന് പറയുന്ന അപ്ലൈഡ് ഫീൽഡിന്റെ സ്ട്രെങ്തും ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഏതൊക്കെ ടൈപ്പ് ന്യൂക്ലിയർ നമ്മളുടെ ESR സ്പെക്ട്രം തരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ NMR പോലെ തന്നെ സെലക്ഷൻ റൂൾസ് സെയിം ആണ്. അപ്പോൾ ഇതിനകത്ത് എവറി ഐസോട്ടോപ്പ് ഓഫ് ദ എലമെന്റ് ഹാവിംഗ് എ ഗ്രൗണ്ട് സ്റ്റേറ്റ് ന്യൂക്ലിയർ സ്പിൻ ക്വാണ്ടം നമ്പർ ഐ എന്ന് പറയുന്ന ഒരു സ്പിൻ ക്വാണ്ടം നമ്പർ, അതിനകത്ത് ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, n/2 ആയിരിക്കണം. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ തരുന്നത് ഐ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ ESR സ്പെക്ട്രം കിട്ടത്തില്ല. ഇനി ഓഡ് നമ്പർ ഐസോട്ടോപ്സിന് ഓഡ് നമ്പർ അറ്റോമിക് നമ്പറും ഈവൻ മാസ് നമ്പറും ഉള്ളതാണെന്നുണ്ടെങ്കിൽ, അതായത് 2H B10 N14 പോലെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, തരും. അതേപോലെ തന്നെ ഓഡ് മാസ് നമ്പറും ഓഡ് അറ്റോമിക് നമ്പറും ഉള്ള ഹൈഡ്രജൻ, കാർബൺ 13, ഫ്ലൂറിൻ 19, അതൊക്കെ NMR തരുന്നതാണ്. അതേ ആൾക്കാർ തന്നെ എന്തും തരും, നമ്മളുടെ ESRും തരും. അപ്പോൾ NMR പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും എന്തും തരുന്നത്, NMR നമ്മളുടെ ESRും തരുന്നത്. NMR ESRും തരുന്ന കോമ്പൗണ്ട്സ് സെയിം ആയിരിക്കും, പക്ഷെ അതിന്റെ കണ്ടീഷൻസ് എന്തായിരിക്കും, വ്യത്യാസമായിരിക്കും. ഇനി അതിന്റെ തിയറി ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം ഇതിന്റെ ഒരു ഹാഫ്, ഇപ്പോൾ പ്ലസ് ഹാഫ് എങ്കിൽ പ്ലസ് ഹാഫ് ആയിട്ടുള്ള ഒരു ഹൈഡ്രജൻ ആറ്റം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സിംഗിൾ ഇലക്ട്രോണേ ഉള്ളതെന്ന് അസ്യൂം ചെയ്യാം. അപ്പം ഒരു ഇലക്ട്രോണേ ഉള്ളതുകൊണ്ട് എൽ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. എസ് വാല്യൂ എന്ന് പറയുന്നത് ഹാഫ് ആയിരിക്കും. ജെ വാല്യൂ എന്ന് പറയുന്നത് L+S, അതായത് ഹാഫ് ആയിരിക്കും. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും, അവിടെ സീമൻ സ്പ്ലിറ്റിംഗ് നടക്കും. അതായത് ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിൽ നമ്മളുടെ ജെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, പ്ലസ് ഹാഫും മൈനസ് ഹാഫും ആയിട്ട് മാറും. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് സ്പിൻ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് MS ഹാഫും MS മൈനസ് ഹാഫും ആയിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്പിൻ സെലക്ഷൻ റൂൾ പറയുന്നത് വെച്ചാൽ ഡെൽറ്റ എം എന്ന് പറയുന്നത് എന്തായിരിക്കണം, 0 ആയിരിക്കണം. അപ്പോൾ പ്ലസ് ഹാഫും മൈനസ് ഹാഫും ആയിട്ടേ മാറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കാണിച്ച ഡയഗ്രം ഓർക്കുക. അതായത് പ്ലസ് ഹാഫിൽ നിന്ന് മൈനസ് ഹാഫിലോട്ട് പോകുന്ന എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ മാഗ്നറ്റിക് സ്പ്ലിറ്റിംഗ് എനർജിയാണ്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് GJ μB VZ എന്ന് പറഞ്ഞിട്ടാണ്. അവിടുത്തെ GJ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 2 ആയിരിക്കും. μB എന്ന് പറയുന്നത് നമ്മളുടെ ഫീൽഡിന്റെ എഫക്റ്റ് ആണ്. B എന്ന് പറയുന്നത് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ട്രാൻസിഷൻ അന്നത്തേക്ക് നടക്കുന്നത് എങ്ങനെയായിരിക്കും, ഡെൽറ്റ L = 0 ട്രാൻസിഷൻസ്. ഓൾറെഡി ഇവിടെ L 0 ആണ്. അതേപോലെ ഡെൽറ്റ S എന്ന് പറയുന്നത് എന്തായിരിക്കും, +1 ആയിരിക്കും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് ടോട്ടലി ±1 ആയിരിക്കും. ഇനി ഇതാണ് നമ്മളുടെ ESR സ്പെക്ട്രത്തിൽ നടക്കുന്നത്. അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഹാഫ് സ്പിൻ ഉള്ള ഒരു സാധനം മാഗ്നറ്റിക് ഫീൽഡ് ഇൻഫ്ലുവൻസിൽ M -ഹാഫും +ഹാഫും ആയിട്ട് മാറും. അപ്പോൾ അതിൽ ഓരോന്നിനും ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, μB BZ GJ MJ എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഓരോ തരത്തിലും എന്ത് പറ്റുന്നു, μB BZ കാണും. എക്സാക്ട്ലി ഹാഫ് ആയിരിക്കില്ല. അപ്പം μB BZ μB BZ, അപ്പോൾ രണ്ടും കൂടെ സം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 2 μB BZ എന്ന് പറഞ്ഞിട്ട് എടുക്കും. അതായത് നമ്മുടെ GJ എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്, നമ്മളുടെ 2 ആയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ μB BZ എന്ന് പറഞ്ഞിട്ട്. ഇനി ഈ ഒരു ഇന്ററാക്ഷന്റെ ഫലമായിട്ട് നമുക്ക് നോർമലി ഒരു മൈക്രോവേവ് അബ്സോർപ്ഷൻ ആണ് നടക്കുന്നത്. അതായത് മൈനസ് ഹാഫിലുള്ള ഒരാൾ എനർജി അബ്സോർബ് ചെയ്ത് പ്ലസ് ഹാഫിലേക്കാണ് പോയതെന്നുണ്ടെങ്കിൽ ഒരു കറസ്പോണ്ടിങ് പീക്ക് നമുക്ക് കിട്ടും. അവിടെ നമ്മൾ പീക്ക് റെപ്രസെന്റ് ചെയ്യുന്ന ഫീൽഡിനും അബ്സോർപ്ഷനും കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തും അബ്സോർപ്ഷനും ആയിട്ടായിരിക്കും നമ്മൾ പീക്ക് വരയ്ക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് ഗ്രാഫ് ആയിരിക്കും നമ്മൾ നോർമലി കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ് ഗ്രാഫ് ആയിരിക്കും കുറെ കൂടെ നമുക്ക് ആക്യുറേറ്റ് റിസൾട്ട് തരുന്നത്. ഇനി ഇതിനകത്ത് അതിന്റെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ പറഞ്ഞിട്ട് അതിന്റെ G വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇവിടുത്തെ എനർജി വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് 2.8 MHz/Gauss എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. അതായത് ഇത് ഫ്രീക്വൻസി റിക്വയർഡ് ഫോർ ട്രാൻസിഷൻ ടു ഒക്കർ ഈസ് അബൌട്ട് 2.8 MHz/Gauss. അപ്പോൾ ആ ഒരു റീജിയൻ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ നമ്മൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോവേവ് അല്ലെങ്കിൽ മൈക്രോവേവ് റേഡിയേഷൻ അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു റീജിയന് നമുക്ക് എന്ത് കിട്ടുന്നത്, സ്പെക്ട്രം കിട്ടുന്നത്. ഓക്കെ, അത് നിങ്ങൾ G വാല്യൂവിന്റെ കാൽക്കുലേഷൻ പോലെ അല്ലെങ്കിൽ എനർജി വാല്യൂവിന്റെ കാൽക്കുലേഷൻ പോലെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ഇനി ഇതിന്റെ സ്പെക്ട്രം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അപ്പോൾ ആ ഇൻസ്ട്രുമെന്റിനകത്തിൽ ഉള്ള എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു മൈക്രോവേവ് റേഡിയേഷൻ സോഴ്സ് ഉണ്ടായിരിക്കും. അതിനെ നമ്മളുടെ ഗൺ ഓസിലേറ്റർ ആയിട്ടായിരിക്കും പറയുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ അതിനെ ക്ലിസ്ട്രോൺസ് എന്ന് പറയും. ഓക്കെ, ഇനി ഒരു സാമ്പിൾ സെൽ, നമ്മുടെ സാമ്പിൾ വെക്കുന്ന ഒരു സാമ്പിൾ സെൽസ് ഉണ്ടായിരിക്കും. അതിനകത്തിൽ മൈക്രോവേവ് റേഡിയേഷൻ എന്ത് ചെയ്യണം, ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ ഒരു DC മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കണം. അതുപോലെ ഒരു സ്വീപ്പിംഗ് സർക്യൂട്ട്, അതായത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന് സ്ട്രെങ്ത് ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു സ്വീപ്പിംഗ് സർക്യൂട്ട് വേണം. ഇനി ഒരു ഡിറ്റക്ടർ വേണം. നമ്മൾ
ഇതിനെ പ്രോസസ്സ് ചെയ്യാനുള്ള ബാക്കി പ്രോസസ്സിംഗ് യൂണിറ്റുകളും കൂടെ വേണം. ഇത്രയും കാര്യങ്ങളാണ് ESRന്റെ ഇൻസ്ട്രുമെന്റേഷനകത്തിൽ വരുന്നത്. ഇതാണ് അതിൻ്റെ ഇൻസ്ട്രുമെന്റൽ പാർട്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മാഗ്നറ്റ്സ് ആയിരിക്കും. അതിനെ നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നു. ഒരു ക്യാവിറ്റിയിലേക്ക് എന്ത് വെക്കുന്നു, നമ്മൾ സാമ്പിൾ വെക്കുന്നു. ഈ ഒരു അസംബ്ലിയാണ് നമ്മൾ ക്ലിസ്ട്രോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാമ്പിൾ ഗൺ എന്ന് പറയുന്നത്, റേഡിയേഷൻ ഗൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടുന്ന് കിട്ടുന്ന റെസ്പോൺസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിറ്റക്ട് ചെയ്യുന്നു, അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നു. ആംപ്ലിഫൈ ചെയ്തതിനു ശേഷം ഡേറ്റ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു, സ്പെക്ട്രം ആയിട്ട് ഇങ്ങനെ കിട്ടുന്നു. അപ്പോൾ ഡെറിവേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെറിവേറ്റീവ് സ്പെക്ട്രം കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ പീക്ക് മതിയെന്നുണ്ടെങ്കിൽ പീക്കും കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ESR സ്പെക്ട്രത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ളത്. അതായത് ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക് റെസൊണൻസ് ആണ് ഇവിടെ നടക്കുന്നത്. പാരാമാഗ്നറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ റാഡിക്കൽസോ പാരാമാഗ്നറ്റിക് ആയിട്ടുള്ള സ്പീഷീസോ മാത്രമേ നമുക്ക് ESR സ്പെക്ട്രം തരുവുള്ളൂ. അപ്പോൾ ESR സ്പെക്ട്രം എപ്പോഴും നമുക്ക് സ്പ്ലിറ്റഡ് അപ്പ് ആയിട്ടിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസിൽ ഇലക്ട്രോൺസ് ഡീജനറസി കളഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഹയർ ലെവലിലേക്കും ലോവർ ലെവലിലേക്കും ട്രാൻസിറ്റ് ചെയ്യുന്നു. അതായത് രണ്ട് സ്പിൻ സ്റ്റേറ്റ്സ് പോസിബിൾ ആയിരിക്കും. അതിനെ നമ്മൾ സീമാൻ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നു. അപ്പോൾ ആ സീമാൻ സ്പ്ലിറ്റിങ്ങിനനുസരിച്ച് നമുക്ക് സ്പെക്ട്രത്തിൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്ത് ചെയ്യും, വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ESR സ്പെക്ട്രത്തിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ.